ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആരും എൻ്റെ കോലം കൊണ്ട് പേടിക്കണ്ട. ഇത് ഞാൻ 8 മണിക്ക് ഡാൻസിന് പോയിട്ട് പിന്നെ മുടി അങ്ങനെ വെച്ചിരിക്കുക. കാരണം 8 മണിക്ക് പോയിട്ടൊരു 12 മണിയൊക്കെ ഇപ്പോൾ വന്നു. കുറച്ച് പഠിക്കാൻ ഉണ്ടായിരുന്നു, അത് പഠിച്ചു കഴിച്ചു. അപ്പോൾ ഇനി 2 മണിക്ക് ട്യൂഷനുണ്ട്. 2 മണി തൊട്ട് 4 മണി വരെ ട്യൂഷനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കണം. അതെന്തിനാണെന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം. അപ്പം ഞാൻ പോയി റെഡി ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഡ്രസ്സ് മാറി. ഞാൻ ഈ ഒരു ബ്ലാക്ക് പാൻറ്റും ഈ ഷീറ്റ് ഞാനല്ല കേട്ടോ ഇങ്ങനെ ആക്കുന്നത്. ഇത് അച്ചാച്ചൻ്റെ പരിപാടിയാണ്. ഞാൻ എല്ലാ ദിവസവും വൃത്തിക്കിടുന്നു. ഈ അച്ചാച്ചനാണ് ഇങ്ങനെ പിടിച്ചിരുന്നത്. നിങ്ങൾ വിചാരിക്കും വൃത്തികേടായിട്ടിരുന്നതാണ്. കണ്ടോ, നല്ല ഷീറ്റായിരുന്നു. അച്ചാച്ചൻ വൃത്തികേടായിട്ട് വെക്കുന്നത്. അല്ലാതെ ഞാൻ വൃത്തിക്ക് തന്നെ എപ്പോഴും വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ റെഡിയാവുന്ന കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പൊട്ട് വെച്ചിട്ടുണ്ട്. ഈ സൺസ്ക്രീൻ ഇടണം, കരിഞ്ഞു പോകും ഈ വെയിലത്ത്. ഓക്കെ, ലൈറ്റ് ഓഫ് ചെയ്യാം. ഇപ്പം ക്ലിയർ ആയിട്ട് കാണാം. സൺസ്ക്രീൻ തങ്കശ്ശേരി വഴി പോകുന്നതുകൊണ്ട് നല്ല വെയിലടിക്കും. പിന്നെ ഞാൻ തലയെക്കുള്ള തുണിയൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്, മുസ്ലിം കൊച്ചിനെ കണക്ക്. കാരണം എൻ്റെ കയ്യിൽ ഓൾറെഡി ടാനായി. സ്കൂളിൽ ഞങ്ങളുടെ കൈ ഇവിടം വരെ ഉള്ളൂ. അപ്പം എൻ്റെ സ്ലീവ്ലെസ് ഇട്ടിരിക്കുന്ന വീഡിയോ നോക്കി അറിയാം, ഇവിടെ ഒരു കളർ വ്യത്യാസം കാണും. അപ്പം അത് മാറ്റിയെടുക്കണം, അത് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് മുഖത്തിലൊക്കെ ടാൻ നിന്നാൽ നല്ല വൃത്തികേടാണ്. ഞാൻ കണ്ണ് രാവിലെ പോയപ്പോൾ എഴുതിയായിരുന്നു, അതിൻ്റെ മണ്ടേ കൂടെ എഴുതാം. ഞാൻ ഇന്ന് ആക്ച്വലി നല്ല ടയേർഡാണ്. രാവിലത്തെ ക്ലാസ്സിന് പോയി, പിന്നെ ഒന്നും കഴിക്കാതെ വന്നിട്ടാ പിന്നെ ചോറ് കഴിച്ച്. ട്യൂഷൻ ക്ലാസ്സിൽ പോകാൻ ഇന്നൊരു മൂഡില്ല. ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം ഒരു മനസ്സോടെ ഞാൻ പോകുന്നേ. എന്താ പറയുക, അങ്ങ് പോന്നു. പിന്നെ ഡ്രസ്സ് എന്തിനാ തയ്ക്കുന്നതെന്നുള്ളത് ഞാൻ പറയാം. നിങ്ങൾ വിചാരിക്കും, ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്നതിനാ കൊച്ചു മസ്കാര ഇട്ട് കണ്ണ് എഴുതി. കണ്ണ് ഇത് വെച്ച് എഴുതുന്നത്. ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പേനാണെങ്കിൽ സംഭവം ഇതാകുമ്പോഴത്തേക്ക് പീലി പറ്റത്തില്ല. അത് നല്ല രീതിയിൽ വരയ്ക്കാം, പക്ഷെ ഇത് പെട്ടെന്ന് തീർന്നു പോകും. മാത്രമല്ല ഇതെന്തോ അത്ര സുഖമില്ല, ഇത് ഒട്ടൊന്നും വേണ്ടത്. അപ്പം ഞാൻ മറ്റേത് എഴുതുമ്പോൾ ഈ പീലി തട്ടും, അപ്പോൾ അത് ഇവിടെയൊക്കെ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് മാറ്റിയിട്ട് ഇത് തന്നെ ആക്കിയത്. അപ്പോൾ പിന്നെ എനിക്ക് മസ്കാര ഇടണം. എനിക്ക് ഇടാൻ താല്പര്യം ഉണ്ടായിട്ടല്ല. പിന്നെ എൻ്റെ വാച്ച് ഞാൻ എപ്പോഴും ഇടും. വാച്ച് ഇതിപ്പം എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ് ചെയ്ത്. അതിന് ശേഷം ഞാൻ പിന്നെ ഇതാണ് ഇടുന്നത്. എനിക്കിഷ്ടമായി വെച്ച്. നേരത്തെ ഒരു കുഞ്ഞു വാച്ച് കിടന്നു. ഇപ്പം എല്ലാവരും കളിയൊക്കെ വന്ന് കുഞ്ഞു വാച്ച് ഇടുന്നു. മുടി കെട്ടണം, അമ്മയെ കൊണ്ട് കെട്ടിക്കാൻ. ലിപ്സ്റ്റിക് അത് മെയിനാണ്. ഒരുപാടൊക്കെ ഇട്ട് എന്ത് വിചാരിക്കുന്നു? ആ നോക്കിയിട്ട് കാര്യമില്ല. ആൾക്കാർ വിചാരിക്കുന്നത് നമ്മൾ മൈൻഡ് ആക്കണ്ട. ഞാൻ ട്യൂഷന് മുമ്പ് അത്ര ഇടുണ്ടല്ലോ. സാറ് വിചാരിക്കും പഠിക്കാനാണോ ഇവള് വരുന്നതെന്ന്. ഞാൻ പുറത്ത് കാണുന്ന ആൾക്കാരുടെ കാര്യമല്ല പറഞ്ഞു. നമ്മൾ തൊള്ളൊക്കെ ചെയ്യണം. അയ്യോ, എൻ്റെ ഇത് തീർന്ന്. ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാ. തീർന്ന്. ഞാൻ ആക്ച്വലി ബ്രൗൺ ഷെയ്ഡൊന്നും ഉപയോഗിക്കാത്തയാ, പക്ഷെ ഇതെനിക്ക് എന്തോ ഇഷ്ടപ്പെട്ട്. പിന്നെ ഇടയ്ക്ക് ഇത് ഞാൻ അമ്മയ്ക്കും കൊടുത്ത്. പെട്ടെന്ന് തീർന്നു. എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞോളൂ. പിന്നെ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഞാൻ ഇടുന്നേ ഉള്ളൂ.
മുടി കെട്ടണം. മുടിയൊക്കെ പിന്നെ സെറ്റാക്കിയിട്ടുണ്ട്, റെഡിയായി. ഇപ്പം ട്യൂഷന് പോകണം, പിന്നെ ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കണം. യാഗ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ സാധനം വെക്കണം. എന്ത്? അയ്യോ, ബുക്ക്. എൻ്റെ ബുക്ക് വാച്ചാച്ച ഇവിടെ ഇരുന്ന് ടി വിയാണ്. ട്യൂഷന് പോകുന്നു. അഞ്ചാഴ്ച ടി വി. ഈ ക്ലോക്കിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇപ്പം അത്യാവശ്യം വെയിലുറവുണ്ട്. വന്നപ്പോൾ ഭയങ്കര വെയിലായിരുന്നു. ഇങ്ങനെയൊക്കെ ഞാൻ പിടിച്ചു വന്നത് കണ്ടോ. ഇങ്ങനെയൊക്കെ പിടിക്കണം, എന്നാലേ കൊള്ളാറുള്ളൂ, അടിക്കാതിരിക്കത്തുള്ളൂ വെയില്. അപ്പം ഇനിയിപ്പം വീട്ടിൽ പോകണം. വെയില് ഭയങ്കര ഇപ്പോഴും ഉണ്ട്, എന്നാലും വലുതായിട്ടില്ല. ഇനിയിപ്പോൾ ബീച്ചിന്റെ വഴി പോകുമ്പോൾ ഭയങ്കര വെയില്. എന്നെ അമ്മച്ചി അടങ്ങിയിരുന്നു. അമ്മച്ചി പോയേ, ഞാൻ കഴുകത്തില്ല, എന്നെ മേല. അമ്മ പോയമ്മ നിർത്തത്. ട്യൂഷൻ ക്ലാസ്സിൽ പോയിട്ട് വന്നിട്ട് പഴംപൊരി മേടിച്ചു, പിന്നെ തയ്ക്കാനും കൊടുത്തായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, പോയപ്പോൾ കൊടുത്തിട്ട് തിരിച്ച് വരാൻ നേരം കൊടുത്തു. കാരണം പോയപ്പം ലേറ്റായി. അപ്പോൾ വരാൻ നേരം തയ്ക്കാനുള്ളതും കൊടുത്ത്, പിന്നെ നമ്മൾ പഴംപൊരിയും കാബജിയും മേടിച്ചു, കാപ്പി എടുത്തു. അപ്പം 4:30 കഴിഞ്ഞ് 5 മണി ആവാറായെന്ന് തോന്നുന്നു. ഞാൻ ടി വി ഒക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം ടി വി ഒക്കെ കണ്ട് കുറച്ച് നേരം ഇരിക്കും. ഗായ്സ്, എനിക്ക് വൈകിട്ടായപ്പോഴത്തേക്കും റീൽസ് ഉണ്ട് ഇങ്ങനെ മാങ്ങ ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കുന്നതായിട്ട്. എന്നിട്ട് എന്താ പറയുക, അപ്പം എനിക്ക് മാങ്ങ കഴിക്കാൻ തോന്നി. ഞാൻ ഇപ്പം അച്ചാച്ചനെ കൊണ്ട് മാങ്ങ പേടിപ്പിച്ചിട്ടുണ്ട്. ഉണ്ടോ ഗൈസ്, എനിക്ക് വൈകിട്ടായപ്പോൾ മാങ്ങ തിന്നാൻ തോന്നി. മാങ്ങ റീൽസൊക്കെ നമ്മൾ എന്തിനാ വെറുതെ ഇരുന്ന് കാണുന്നത്, അപ്പം അങ്ങ് കൊതിയാവും. അപ്പം അങ്ങനെ ഞാൻ അച്ചാച്ചനെ കൊണ്ട് ഇപ്പം ഈ രാത്രി ഒരു മാങ്ങ മേടിച്ച് ഇതിലിട്ട് ചതച്ച് നമുക്കിതിൽ ഉപ്പും മുളകൊക്കെ ഇടാം. ഞാനിപ്പോൾ ഉപ്പും മുളകും പിന്നെ ഇതാ എണ്ണ വെച്ചിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്യണം. കൊതിയാണ് ഗൈസ്. അങ്ങനെ ഇതിപ്പോൾ പിറ്റേ ദിവസമായി. ഇത് നമ്മൾ തയ്ച്ചത് മേടിക്കാൻ പോവാ. തയ്ച്ച എന്തിനാന്ന് വെച്ചാൽ എൻ്റെ ഒരു ഷോർട്ട് ഫിലിമിന്റെ പോസ്റ്റർ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നുണ്ടല്ലോ ഇൻസ്റ്റയിൽ. അപ്പോൾ അതിന്റെ നാളെ പ്രിവ്യൂ കാണിക്കും. എറണാകുളം വനിത തിയേറ്റർ എടപ്പള്ളി. അപ്പോൾ അവിടെ പോകണം. ഞങ്ങളെല്ലാവരും, ഞങ്ങളുടെ ഫുൾ ടീമും അവിടെ വരുന്നുണ്ട് ഇത് കാണാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ ഞാനിപ്പോൾ ഇത്ര ധൃതി പിടിച്ചൊരു ഡ്രസ്സ് തയ്പ്പിച്ചത്. കാരണം പെട്ടെന്നായിരുന്നു പറഞ്ഞു ഇന്ന ദിവസമാണെന്ന്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തയ്ക്കാൻ കൊടുത്ത് പെട്ടെന്ന് തന്നെ കിട്ടി. അപ്പം ഇന്ന് പോയി അത് വാങ്ങിക്കണം. അത് മാത്രമല്ല, പറ്റുന്നവരെല്ലാം ഇത് കാണാൻ അവിടെ വരണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാൻ എന്തായാലും അവിടെ കാണും. നമുക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് മീറ്റ് ചെയ്യണം എല്ലാവരെയും. എന്താ പറയുക, അപ്പം നല്ല ഹാപ്പിയിലാണ് ഞാൻ. അങ്ങനെ ഇന്നലത്തെ ദിവസം അടിപൊളിയായിരുന്നു. അപ്പം ഇനിയിപ്പോൾ പോയി വാങ്ങിച്ച് നാളെ വെളുപ്പിനെ പോകും. ഞങ്ങൾ 4 മണിയാകുമ്പോൾ കൊല്ലത്തുനിന്ന് പോകും. ഒരു 10 മണിയൊക്കെ ആകുമ്പം 10 മണിക്ക് മുമ്പേ അവിടെ എത്തുമായിരിക്കും. കാരണം 10 മണിക്കാണ് ഈ പ്രിവ്യൂ കാണിക്കുന്നത്. അപ്പം അതിന് മുമ്പേ അവിടെ എത്തണം. പിന്നെ അവിടെ ചെന്നിട്ടേ ഒരുങ്ങാൻ പറ്റൂ. ഒരുങ്ങി എന്തായാലും ട്രെയിനിൽ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അവിടെ ചെന്നിട്ട് ഒന്ന് ഫ്രഷ് ആവണം. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ പറ്റുന്നവരൊക്കെ നമ്മുടെ പ്രിവ്യൂ കാണാൻ ഈ പറഞ്ഞ വനിത തിയേറ്റർ എടപ്പള്ളി അവിടെ എല്ലാവരും പറ്റുന്നവരൊക്കെ വരണം, വന്ന് സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളെല്ലാവരും അവിടെ കാണും. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ബൈ.